2000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് സ്വരാജ് ജയിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. വിദേശത്ത് നിന്ന് വോട്ട് ചെയ്യാൻ വന്നു. ദുബായ്ക്കാരനെ നമ്മൾ കണ്ടതാണ്, തത്സമയം നമ്മൾ കാണിച്ചു കൊടുത്തതാണ്. ഞാൻ സ്വരാജിന് വോട്ട് ചെയ്യാൻ വേണ്ടി രാവിലെ വന്നു, വോട്ട് ചെയ്തു, വൈകിട്ട് ഞാൻ തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞു. ഇത് കാനഡയിൽ നിന്നുള്ള ഒരു കണക്കാണ്. ജനാധിപത്യത്തിന്റെ ശ്രീകോവിലേക്ക് നിലമ്പൂർ വിരിച്ച ചുവന്ന പരവതാനയിലൂടെ നടന്നു കയറുന്നത് എം സ്വരാജ് എന്ന് ജിജേഷ് കണ്ണൂർ പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് പ്രതീക്ഷകൾ വന്നുകൊണ്ടിരിക്കുന്നു. 247 വോട്ടിന് സ്വരാജ് ജയിക്കും. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം പ്രവചിച്ചിരിക്കുകയാണ്. 247. ഷൗക്കത്ത് പാലക്കാട് പറയുന്നു ബാപ്പുട്ടിക്ക 6300 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും. സുജയ പാർവതി അരുൺ സാർ എവിടെ എന്നതാണ് ഞാനും ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അരുൺ സാർ താങ്കൾ എവിടെയാണ്? പ്രേക്ഷകർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. താങ്കൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എത്തിച്ചേരുക, ഈ മൈക്ക് പോയിന്റിൽ ബന്ധപ്പെടുക, അല്ലേ മാഡം? അതെ ഇപ്പൊ എത്തുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോ വീണ്ടും നമുക്ക് ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഒന്ന് പോയാലോ? പോവാം. അവിടെ പക്ഷേ 7:30 സ്ട്രോങ് റൂം തുറക്കുള്ളൂ, അതിന് മുമ്പ് തുറക്കരുത്. ഏജന്റുമാരൊക്കെ എത്തി തുടങ്ങി. നമ്മുടെ മാധ്യമപ്രവർത്തകരുടെ നിര മാത്രമേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ 5 മണിക്ക് അവിടെ എത്തുമ്പോൾ. പക്ഷെ ഇപ്പോൾ ആളുകൾ അതെ കൗണ്ടിംഗ് ഏജന്റുമാരെത്തി. നമുക്ക് ഇവിടേക്ക് ഒരാളെ വിളിക്കാനുള്ള സമയമായി. അതെ വിളിക്കണം. ഞാൻ വിചാരിച്ചു ഇന്നലെ മുങ്ങിയെന്ന്, പക്ഷേ എത്തിയിട്ടുണ്ട്. മുങ്ങിയിട്ടില്ല. നമ്മുടെ മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ, ഗുഡ് മോർണിംഗ് സാർ. കണക്കൊക്കെ കൊണ്ടുവരണേ. ഗുഡ് മോർണിംഗ്. സുജി ഒരു പിന്തുണയ്ക്ക് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ വിചാരിച്ചു വയനാട് കുടുങ്ങിയത്. നമ്മളങ്ങനെ കുടുങ്ങൊന്നുമില്ല, നമ്മള് തകർക്കാനുള്ള ലക്ഷ്യത്തിലോട്ട് വന്നു. അത് പോളിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പതുക്കെ ഒരു സൈഡ് വലിവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്നലെ നോക്കുമ്പോൾ ഇവിടെ കാണുന്നില്ല. ഇന്നലെ ഞങ്ങൾ വിലയിരുത്തുമ്പോൾ അവിടെ നോക്കി. ഇന്നലെ എവിടെ ആയിരുന്നു? അതെ നമ്മൾ വയനാട്ടിൽ എനർജി എടുക്കാൻ വേണ്ടി പോയതാ വയനാട്ടില്. അപ്പൊ വയനാടൻ കാപ്പിയുടെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ നമുക്ക്. പറ്റുമോ? അമ്പുക്ക ഇന്നലെ നല്ല കോൺഫിഡൻസിൽ അമ്പുക്ക നെയ്യപ്പം ഓഫർ ആവർത്തിച്ചിട്ടുണ്ട്. അതല്ലേ, ഇന്ന് നെയ്യപ്പം കൊണ്ട് നിറയാനാണ് സാധ്യത. റിപ്പോർട്ടർ TV അത് ആർക്ക് വേണ്ടിയുള്ള നെയ്യപ്പം അത്രേ അറിയണ്ടു. ഈ പറയുന്നവരൊക്കെ ഉച്ച കഴിഞ്ഞ് കണ്ടാൽ മതി. അതെ നിങ്ങൾ ഉച്ചയ്ക്ക് ഉണ്ടാവും, വൈകുന്നേരം ഉണ്ടാവും അല്ലേ? ആരുണ്ടാവും? ഇന്നലെ എന്നെ പ്ലേ ചെയ്യണം. പക്ഷേ എന്താ പറയുക, ഈ വഴിക്കടവിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ 14 മെഷീൻ വെച്ചിട്ടാണ് എണ്ണുന്നത്. ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ 14 മെഷീനാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഒരു 5 റൗണ്ടൊക്കെ വരുന്ന സമയത്ത് ഒരു 3000 തുടങ്ങി 3000-ന് മേലെ കോൺഗ്രസിന് ലീഡ് കിട്ടിയാൽ മാത്രമാണ് കോൺഗ്രസിന് വിജയം പ്രഖ്യാപിക്കാൻ പറ്റുള്ളൂ. അതൊരു 5000 തുടങ്ങി 7000 വോട്ടെങ്കിലും മിനിമം വരണം. 10,000-ന് മേലേക്ക് പോകാൻ വഴിക്കടവ് മാത്രം. ഞാൻ പറഞ്ഞത് വഴിക്കടവിൻ്റെ ഫസ്റ്റത്തെ ഒരു 5 റൗണ്ട് എത്തി കഴിയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. വഴിക്കടവ് മൂത്തേടത്തിൻ്റെയും കുറച്ചും കൂടെ പിന്നെ ഭാഗം കൂടെ നോക്കുമ്പോൾ അപ്പോൾ ഈ 5 റൗണ്ട് എണ്ണി കഴിയുമ്പോൾ ഇത്രയെങ്കിലും മിനിമം വേണം. പിന്നെ ഇടയ്ക്ക് എത്ര കുഴപ്പമില്ല. പക്ഷേ ഞാൻ പറയുന്നത് 3000 ആ സമയത്ത് 3000 വോട്ട് കടക്കാൻ വേണ്ടി കോൺഗ്രസിന് കഴിഞ്ഞില്ലെങ്കിൽ, ഭൂരിപക്ഷം കടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കോൺഗ്രസിന് നോക്കണ്ട. നേരെ തിരിച്ചാണ്. അവിടെ ഒരു 3000 വോട്ട് അൻവർ പിടിച്ചു എന്ന് വെച്ചോളൂ. ഈ പറയുന്ന വഴിക്കടവ് പഞ്ചായത്തിൽ 3000 വോട്ടിന് മേലേക്ക് അൻവർ പിടിച്ചാലും ഈ പറയുന്ന മുന്നണികൾക്ക് പ്രശ്നമാണ്. അപ്പം 3000 വോട്ടെങ്കിലും, പക്ഷേ അതാണ് ഞാൻ പറയുന്നത്. അവിടെ 40,000 വോട്ടുള്ള സ്ഥലത്ത് ആ 40,000 വോട്ട് എത്രയാണ്? 39,799 വോട്ടാണ്. അപ്പോൾ ആ 40,000 വോട്ടിൽ നിന്ന് 3000 വോട്ട് എന്ന് പറഞ്ഞാൽ 10% വോട്ടിൽ താഴെയുള്ളൂ. 10% മേലേക്ക് അൻവർ പിടിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. CPM-ന്റെ കണക്കിൽ പോലും അവർ ഈ 1638 ജയിക്കുമെന്ന് പറയുന്നിടത്ത് പോലും വഴിക്കടവിൽ UDF-നാണ് ലീഡ് അവർ പറയുന്നത്. അല്ല, അൻവറിന് അവർ പറയുന്നത് എത്രയാണെന്ന് അറിയാം? 1236 വോട്ട് എന്ന് പറയുന്നത് വളരെ ചുരുക്കമാണ് വിശ്വസിക്കുന്നത്. കാരണം അൻവറിന് ഒരു സ്ട്രോങ് ഹോൾഡാണ് ശരിക്കും പറഞ്ഞ വഴിക്കടവ്. സാറ് നേരത്തെ പറഞ്ഞ കണക്കെത്രയായിരുന്നു വഴിക്കടവ്? എന്റെ കയ്യിലും കണക്കൊക്കെ ഉണ്ട്. ഉണ്ടല്ലേ? 29,320 അല്ല, 29,375 അത്രയും ചെയ്തിട്ടുണ്ട്. അതിൽ അൻവർ എത്ര കിട്ടും? അൻവർ 3000-ന് മേലെ പിടിച്ചാൽ 10% വോട്ടിന് മേലെ പിടിച്ചിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. അല്ലല്ല, വഴിക്കടവ് ഏറ്റവും കൂടുതൽ UDF വോട്ട് പ്രതീക്ഷിക്കുന്ന സ്ഥലം ഏതാ? വഴിക്കടവാണ് അല്ലേ? മൂത്തേടമുണ്ട്, വഴിക്കടവുണ്ട്. നിങ്ങൾ വഴിക്കടവിന്റെ അകത്ത് ഫസ്റ്റ് റൗണ്ട് അവിടെയാണ് എണ്ണുന്നത്. ഈ 14 വോട്ട് എത്ര 40 എത്ര ബൂത്താണ്? 46 ബൂത്താണ്. 14 ആകുമ്പോൾ 14 × 4 എത്ര? ഇന്നലെ അൻവർ പറഞ്ഞെന്താണെന്നറിയോ? വഴിക്കടവ് ഒരു 1.5 പഞ്ചായത്താണെന്ന്. അതിന്റെ അർത്ഥം 7000 വോട്ടിന്റെ ഒക്കെ ലീഡ് അൻവറിന് വഴിക്കടവ് കിട്ടുകയാണെങ്കിൽ രണ്ട് മുന്നണിക്കും നമുക്ക് അവസാനം വരെ ഇതിന്റെ വോട്ടിന്റെ ഒരു വിജയം ആര് ജയിക്കും എന്നുള്ളത് അവസാന നിമിഷം വരെ നിൽക്കണം. ഇതിൽ ആര് ജയിച്ചാലും PV അൻവർ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിലൊരു വഴിക്കടവ് എണ്ണി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്തെങ്കിലും പറയണ്ട, ഇപ്പൊ പറയണം. സംശയമില്ല. പക്ഷേ
പിണറായി വിജയന്റെ നിർണ്ണയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. എണ്ണി കഴിഞ്ഞിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ തിരിച്ചങ്ങോട്ട് ഈ വഴിക്കടവ് എണ്ണാൻ പോകുന്നില്ലേ ഉള്ളൂ. അൻവറിന് എത്ര ഭൂരിപക്ഷം? ഞാനൊരു 1000-ന് മേലെ പ്രതീക്ഷിക്കുന്നു. അൻവറിന് ഭൂരിപക്ഷം കിട്ടും. അല്ല 1000-ന് മേലെ അൻവർ വോട്ട് പിടിച്ചാൽ 1000-ന് മേലെ അൻവർ, ഞാൻ പറയുന്നത് 1000-ന് മേലെ അൻവർ അവിടെ വോട്ട് പിടിക്കുകയാണെങ്കിൽ അത് ട്രെൻഡാണ്. വോട്ട് പിടിക്കും. അല്ല അത് പിടിക്കുന്ന ഞാൻ വിചാരിക്കുന്നത്. കാരണം 30,000 വോട്ട് എന്ന് പറഞ്ഞാൽ 20% വോട്ട് പിടിക്കേണ്ട എല്ലാ സാഹചര്യവും അൻവറിന് ഈ പറഞ്ഞ വഴികളിലുണ്ട്. പക്ഷേ അൻവർ അവിടെ ഒരു കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അതായത് അൻവറിന് കിട്ടേണ്ട വോട്ടുകൾ UDF-ൽ നിന്ന് അൻവറിന് വരേണ്ട വോട്ടുകൾ ക്രോസ് വോട്ട് ചെയ്ത് LDF-ലേക്ക് പോയിട്ടുണ്ട്. ഷൗക്കത്ത് ജയിക്കരുത് എന്ന താല്പര്യത്തിൽ അൻവറിന്റെ സ്വന്തം വോട്ടുകൾ അല്ല സാറേ, വഴിക്കടവില് അതാണ് മാഡത്തോട് ഞാൻ യോജിക്കുന്നു. അതിൽ പറയുന്ന ലോജിക് അപ്ലൈ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്നത് UDF-ൽ നിന്ന് ഇപ്പോൾ PV അൻവറിന് എങ്ങനെ വോട്ട് കിട്ടും? ഈ വഴിക്കടവിൽ UDF-ന് എത്ര ലീഡ് കിട്ടും എന്ന് പറയുന്നത് നിങ്ങൾ? അവർ പറയുന്നത് 1200 ആണ്. അവർ പറയുന്നത് 1200 ആണ്. 1200 വോട്ട് ലീഡ് കിട്ടിയ പോരാന്ന് ഞാൻ പറയുന്നത്. 1200 ലീഡ് അങ്ങനെയാണെങ്കിൽ CPM-ന് മേൽക്കൈയുള്ള പഞ്ചായത്തുകളെല്ലാം എന്ത് ചെയ്യും? ഈ പറഞ്ഞ 1500 കൊണ്ട് 1300 കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല. അല്ല, അവരെല്ലാ പഞ്ചായത്തിലും ലീഡാണ്.